നമ്മുടെ കയ്യിലുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ കടമുറിയോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നിയമം എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അവിടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, ലഹരി പദാർത്ഥങ്ങളുടെ വിപണനം നടക്കുന്നുണ്ടോ, ആ രീതിയിലുള്ള എന്ത് കാര്യങ്ങളും ഉടമ അറിഞ്ഞിരിക്കണം. ഇനി അഥവാ നമ്മൾ വാടക കൊടുത്ത ഒരു സ്ഥലത്ത് നിന്ന് എക്സൈസോ പോലീസോ ലഹരി പദാർത്ഥങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അവിടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാടകയ്ക്ക് കൊടുത്ത കെട്ടിടത്തിൻ്റെ ഉടമ ആ കേസിൽ പ്രതിയാവും എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല അത് എത്രത്തോളം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണെന്നുള്ളത്. ഇപ്പോൾ ഗൾഫിലൊക്കെയുള്ള ആളുകൾ അവരുടെ നാട്ടിലെ വീടൊക്കെ വാടക കൊടുത്തിട്ട് ഗൾഫിൽ പോയ ആളുകൾക്ക് എല്ലാ ദിവസവും ഇവിടെ നോക്കാൻ പറ്റും ഇവരെന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി ഗൾഫിൽ പോയവരൊന്നും വേണ്ട, നമ്മളിവിടെ ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ കയറി നോക്കാൻ പറ്റുമോ? നമ്മളൊരു വാടക കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറത്ത് നിന്നിട്ട് അവരോട് സംസാരിക്കുക എന്നല്ലാതെ അതിനകത്ത് കയറിയിട്ട് ഇവരെന്താ ഇവിടെ ചെയ്യുന്നത്, ഇവരിതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, കള്ളു കുടിക്കുന്നുണ്ടോ, ഭക്ഷണം വെക്കുന്നുണ്ടോ, മദ്യം വിൽക്കുന്നുണ്ടോ, നോൺ വെജാണോ വെജാണോ, ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളെ ഏതെങ്കിലും വാടകയ്ക്ക് എടുക്കുമോ? ഇനി നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഉടമ എല്ലാ ദിവസവും വരുവാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നു. ഇതൊരു മണ്ടൻ തീരുമാനമാണ്. ഇതിന് വേറെ എന്തെങ്കിലും ഒരു പ്രതിവിധി സർക്കാർ കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ തീരുമാനം തിരിച്ചടിയിലേക്കാണ് വരിക എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് മനസ്സിലാക്കാൻ എക്സൈസ് വകുപ്പിന് പറ്റും എന്ന് തോന്നുന്നു.